പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രസീൽ ആരാധകർക്കെല്ലാം ഏറെ ആശങ്ക നൽകിയ ഒരു കാര്യമായിരുന്നു നെയ്മറിൻ്റെ പരിക്ക്. ഇന്ന് മൊറോക്കോക്കെതിരായിട്ട് നടക്കാൻ പോകുന്ന മത്സരത്തിൽ നെയ്മർ കളിക്കുമോ എന്നുള്ളത് ആരാധകരുടെയൊക്കെ സംശയമായിരുന്നു. നിലവിലിപ്പോൾ പരിശീലകനായിട്ടുള്ള കാർലോ ആൻസലോട്ടി അതിനൊരു വ്യക്തത നൽകിയിരിക്കുകയാണ്. ഇന്ന് മൊറോക്കോക്കെതിരെ നടക്കാനായിട്ട് പോകുന്ന മത്സരത്തിൽ നെയ്മർ കളിച്ചേക്കില്ല എന്നാണ് കാർലോ ആൻസലോട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അല്പം ആശ്വാസം നൽകുന്നൊരു വാർത്ത നെയ്മറിൻ്റെ ഫിറ്റ്നസിൽ അല്പം പുരോഗതി കണ്ടിട്ടുണ്ട്. കാർലോ ആൻസലോട്ടി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: നെയ്മറിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. അദ്ദേഹം ഉടനെ തന്നെ ടീമിനോടൊപ്പം പരിശീലനം ആരംഭിക്കും. നെയ്മറിന്റെ കഴിവ് മാത്രം കൊണ്ടല്ല അദ്ദേഹത്തിനെ ഞാൻ ടീമിലേക്ക് എടുത്തത്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും മാത്രമല്ല ടീമിലെ യുവതാരങ്ങൾക്കും നെയ്മറിന്റെ സ്വാധീനം ഗുണകരമാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നെയ്മറിനെ ടീമിലേക്ക് എടുത്തത് എന്നാണ് കാർലോ ആൻസലോട്ടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പരിക്കെല്ലാം മാറി ഉടൻ തന്നെ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ടീം ഉള്ളത്. അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവാൻ യുഗമാനോവിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയൊക്കെ പ്രിയ കോച്ച് തന്നെയാണ് ഇവാൻ യുഗമാനോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടതിന് ശേഷം ഒരു ക്ലബിനെയും ഇവാൻ യുഗമാനോവിച്ച് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇവാൻ യുഗമാനോവിച്ച് പുതിയൊരു ക്ലബിന്റെ കോച്ചായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന ഇവാൻ യുഗമാനോവിച്ച് ഒരു സ്ലൊവേനിയൻ ടോപ്പ് ടയർ ക്ലബിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇവാൻ വുക്കമാനോവിച്ചിനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും ആ ഒരു ക്ലബ്ബ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇവാന്റെ കീഴിൽ ആ ഒരു ക്ലബ്ബ് മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ആദ്യമായാണ് ഒരു ക്ലബിന്റെ മുഖ്യ പരിശീലകനായിട്ട് ഇവാൻ ചുമതലയേൽക്കാൻ പോകുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.